അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ അവൻ അറിഞ്ഞ കാര്യം ആ ഒരു അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അറിയൂട്ടോ. ആ ഒരു സമയത്ത് ലിത്ത ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല, ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാന്നൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഒന്ന് നിർത്ത്, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ഓരോന്നും പറയുന്നത്, വെറുതെ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറയണെന്തിനാ, നിങ്ങളിങ്ങനെ ആകെ കൊളാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ സുൻവു അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ലിത്തയോ അവളെ വിളിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് അവനെ സമാധാനിപ്പിക്കുക, അവനെ നോവിപ്പിക്കരുതെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു എങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടാകും, എടി നിന്നെ കൊണ്ടൊന്നും ആ ഒരു എഞ്ചിനെ നോക്കാൻ പറ്റില്ല, ആ ചെറുക്കൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ലിത്തിയുടെ കൊച്ച് എൻ്റെയും കൊച്ചാണ്, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ പറയും, എടി അവനെങ്ങാനും ജനീനെ ഉപദ്രവിച്ച നീ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അങ്ങനെ ഒന്നും ഉപദ്രവിക്കലും, അമ്മ ഒന്ന് പോയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവരങ്ങനെ തിരിച്ച് വന്നിട്ടിരിക്കുമ്പോൾ ലിത്തയെ ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല, സുൻവ പോവാൻ വേണ്ടി പോണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഇയർഫോൺ ആണെങ്കിൽ ചെവിയിൽ കയറ്റി അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കും. എന്നിട്ട് അവരാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, യങ്ജുൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ യങ്ജുൻ്റെ അടുത്ത് സംസാരിക്കും കേട്ടോ. എന്നിട്ട് പറയും, ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവരുത്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയി സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ നീ നമ്മുടെ ഫാമിലി എന്നുള്ള രീതിക്ക് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ പുറത്ത് എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ, നീ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ ആന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. അപ്പം ലിത്തയെ ചോദിക്കും, നീ എന്താ അവനോട് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ പറയുന്നുണ്ടാകും, അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെർമിഷൻ ചോദിക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ എറിമിനെയാണ്, അവൾക്ക് ഫൈബറോഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വയറുവേദന ആയിരിക്കും കേട്ടോ. അപ്പോൾ അവളങ്ങനെ കിടന്ന് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവളിങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ എപ്പോഴും അവനുണ്ടാകും, ഇപ്പം എന്താ അവനില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്കാണെങ്കിൽ എറിമിൻ്റെ ഹസ്ബൻഡ് വരും കേട്ടോ. ഹസ്ബൻഡ് ആണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് കേട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും, നീ എന്ത് ഇത് മേടിച്ചെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, നിനക്ക് അന്ന് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെന്ന്, അതുകൊണ്ട് മേടിച്ചാണെന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോഴും നല്ല വേദന ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവു ആണെങ്കിൽ അങ്ങനെ വീട്ടിൽ ആ ഒരു സോഫയിൽ കിടന്ന് ഉറങ്ങണേ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗൈനിക്കിൻ്റെ ഡോക്ടർ അങ്ങടേക്ക് വരുമ്പോൾ ആ സുൻവു എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാകും, സുൻവു ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഒരാളാണെങ്കിൽ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് വരും. അപ്പോൾ ആ പെങ്കൊച്ചിനാണെങ്കിൽ എന്തോ വയറുവേദനയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ വയറുവേദനയായിട്ട് വരുമ്പോൾ അത് സുൻവയുടെ പേഷ്യൻ്റ് ആയിരിക്കും, അന്ന് വന്നൊരു പേഷ്യൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, ഡോക്ടർ സുൻവ വന്നിട്ടില്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ നല്ല രീതിക്ക് ചൂടായിട്ട് പറയും, എൻ്റെ മൂക്ക് ഇവിടെ വേദന സഹിക്കാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടാകുമ്പോൾ തന്നെ ആ ഒരു ഗൈനിക്കിൽ ഡോക്ടർ ഇങ്ങനെ പറയും, ഞാൻ നോക്കിക്കോളാം, എൻ്റെ റൂമിലേക്ക് വിടാനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പുള്ളിക്കാരത്തി ആണെങ്കിൽ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സുൻവ ആണെങ്കിൽ അങ്ങടേക്ക് വരുമ്പോൾ ആ ഒരു നേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടാകും, മാഡത്തിൻ്റെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ വല്ലാതൊരു വയറുവേദനയായിട്ട് അങ്ങടേക്ക് കയറ്റിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ അവളാണെങ്കിൽ ആ ഒരു വാതൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ എന്തോ അകത്ത് ബ്ലീഡിങ് ഉണ്ടാവും കേട്ടോ, എന്തോ സിസ്റ്റ് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, പെട്ടെന്ന് തന്നെ സീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് അവർ സീറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ നമ്മുടെ സുൻവനെ കണ്ടിട്ട് സുൻവോടത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, ആ കൊച്ചിന് എന്തോ സിസ്റ്റ് പൊട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാകും ആ ഒരു റൂമിൽ വെച്ചിട്ട്. അപ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ അച്ഛനാണെങ്കിൽ സുൻവോടത്ത് വന്നിട്ട് നല്ല രീതിക്ക് ഒച്ചപ്പാടുണ്ടാക്കും, നിങ്ങളുടെ അടുത്ത് എൻ്റെ മകള് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഗ്യാസ് ആണെന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടില്ലേ, നിങ്ങൾ ജസ്റ്റ് ചികിത്സിക്കാണ്ടിരുന്ന എന്താന്നൊക്കെ പറഞ്ഞ് അവളെ ചീത്ത പറയുമ്പോൾ അവളെ സോറി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ കൂട്ടുകാരി വന്നിട്ട് ആ ഒരു ഡോർ അടച്ചിട്ട് ഇങ്ങനെ കാര്യം പറയും, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു, അതിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്താണ്, എന്നിട്ട് ഗൈനിക്കിലേക്ക് പ്രിസ്ക്രൈബ് ചെയ്താണ്, നിങ്ങളുടെ മകൾ വരാത്തതിന് സുൻവോ എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയും, എൻ്റെ മകൾ ഗൈനിക്കിനെ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ പറയൂട്ടോ. എന്തായാലും ഓപ്പറേഷൻ കേട്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും ഈ ഒരു ഹോസ്പിറ്റലിൽ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ആ ഒരു അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകൂട്ടോ. അപ്പോൾ അവളുടെ കൂട്ടുകാർ പറയും, നീ എന്തിനാ ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്നത്, നിന്റെ തെറ്റൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടെ. അപ്പോൾ അവൾ പറയും, പക്ഷെ ഞാൻ സ്കാനിങ്ങിന് വിടേണ്ടതല്ലായിരുന്നു, ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, എന്തിരുന്നാലും അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുട്ടോ. അപ്പോൾ ആ ഒരു ചീഫായിട്ടുള്ള പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ സുൻമോനെ ഇങ്ങനെ ചീത്ത പറഞ്ഞിരിക്കണേണ്, നിനക്കിപ്പോൾ എന്താ പറ്റിയത്, ഇങ്ങനെ പേഷ്യൻസിന് എന്താ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, ഇതൊക്കെ ഒരു ചീത്തപ്പേരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റെന്നുള്ള കാര്യം, ഞാൻ എന്തായാലും ഇവിടുന്ന് റിസൈൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, അയ്യോ നീ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല, നിനക്ക് എന്ത് ലീവ് വേണോ, 1-2 ദിവസം നീ ലീവ് എടുത്തോ, അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരാഴ്ച നീ ലീവ് എടുത്തോ, കുഴപ്പമില്ല നീ വരണ്ട, അതൊക്കെ സെറ്റാക്കിയിട്ട് നീ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. അവൾ വല്ലാതെ മെൻ്റലി ഡൗൺ ആയി. അങ്ങനെ ഇവളാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവളുടെ
അവളുടെ അവാർഡ്സൊക്കെ നോക്കൂട്ടോ. അവൾക്ക് കിട്ടിയ ആ ഒരു അവാർഡ്സൊക്കെ നോക്കിയിട്ട് അവളാകെ സങ്കടത്തോടെ റിസൈൻ ചെയ്യാന്നുള്ള രീതിക്ക് തന്നെ ആ ഒരു ലെറ്റർ അവളോട് കൊടുത്തിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് അവൾ അങ്ങനെ വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യോങ് ആണെങ്കിൽ ആ ഒരു മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പം മറ്റേ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും, നിന്നെന്നാലും സമ്മതിക്കണം, അങ്ങനെ ഒരു ആളേക്ക് നോക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കൊച്ചിനെയൊക്കെ നോക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അവളിങ്ങനെ പറയും, ലിത്തയുടെ കൊച്ച് എൻ്റെയും കൊച്ചു പോലെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. ആ ഒരു സമയത്ത് തന്നെ മറ്റേ ആ ഒരു ചീഫിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ അറിഞ്ഞോ ആ ഒരു സുൻവോ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു, അത് മാത്രമല്ല ഗോസാനിൽ നിന്ന് പോകാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. അപ്പോൾ ദാക്യോങ്ങിന് ഇത്തിരി ഒരു ആശ്വാസമൊക്കെ ആകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യങ്ജിൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും, എടാ നീ എന്തൊക്കെ ചെയ്തെന്ന് നോക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ തന്നെ നിന്നോളൂ, ട്യൂഷന് പോലും പോയില്ല, എന്നോട് ട്യൂഷന് പോകണ്ടെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഇവനിക്ക് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവട്ടോ. അപ്പം തന്നെ അങ്ങോട്ടേക്ക് ദാക്യോങ് വരുമ്പോൾ അവൾ അവനോട് പറയും, ഞാൻ എന്തായാലും ഒരു കൗൺസിലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കണം, അവൻ്റെ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എടി എന്തായാലും അവനക്ക് കുറച്ച് സമയം കൊടുക്കാം, അവന് ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാത്തത്, അവൻ്റെ ആ ഒരു അസുഖത്തിന് മരുന്ന് വേണം, അതിന് ചികിത്സിക്കണം, അല്ലാണ്ട് എങ്ങനെ മാറാനാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എൻ്റെ ജെന്നി ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോക്കും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഓക്കെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോ പോയതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിക്ക് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൂട്ടുകാരാണെങ്കിൽ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ചീഫിന് അവളൊത്തിരി കാര്യമാവട്ടോ. അപ്പം നമ്മുടെ സുൻവോ ആണെങ്കിൽ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പുള്ളിക്കാരാണെങ്കിൽ അങ്ങനെ റിസൈൻ ചെയ്തെന്നുള്ളൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല, അവളുടെ ആ ഒരു ഓഫീസ് ഇപ്പോഴും അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആകും. നമ്മുടെ ഇവനാണെങ്കിൽ യങ്ജിനാണെങ്കിൽ അമ്മേനെ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവനിങ്ങനെ ചോദിക്കും, നീ എന്താ അമ്മേനെ വിളിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഇല്ല ഞാൻ വിളിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു ഇയറിമും ഹസ്ബൻഡ് ആണെങ്കിൽ മുന്നത്തെ പോലെ അവരിങ്ങനെ ഡേറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. എന്നിട്ട് ഡോക്ടർ ചായ ആണെങ്കിൽ ഇത്തിരി ദൂരെയാണല്ലോ, ആ പുള്ളിക്കാരനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ ഇവളുടെ ആ ഒരു കാറിട്ട് അടുത്തോട്ട് വരുമ്പോൾ ഇവളെ നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ ഇവക്കാണെങ്കിൽ കോഫിയൊക്കെ കൊടുക്കും. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കും. എന്നിട്ട് പറയും, നീ എന്തായാലും വർക്കിന് വരാൻ റെഡി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ റെഡിയാണ്, ഞാൻ എന്തായാലും അവിടെ നിന്ന് റിസൈൻ ചെയ്തു, കുറച്ച് നാൾ ഞാനൊന്ന് ഫ്രീ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, ശരിയാണ്, പക്ഷേ നീ എന്നെ കള്ളുടിക്കാൻ വേണ്ടി മാത്രം വിളിക്കരുത്, ഞാൻ അതൊക്കെ നിർത്തിയെന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനാണെങ്കിൽ നേരെ നമ്മുടെ ആ ഒരു ഡോക്ടർ കിമ്മിനെ വിളിച്ചിട്ട് കാര്യം പറയും, സുൻവോ ഇവിടെ ഉണ്ട്, നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, നിനക്ക് ഇവിടെ വന്ന് എന്താണെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, വേണ്ട സുൻവോ കുറച്ച് നാൾ ഒറ്റയ്ക്ക് നിൽക്കട്ടെ, അതാണ് അവൾക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കൂട്ടോ. അപ്പം നമ്മുടെ സുൻവോ ആണെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവളിങ്ങനെ ആ ഒരു തിരമാലയൊക്കെ നോക്കി നിൽക്കും. എന്നിട്ട് ആ ഒരു ബെഞ്ചിൻ്റെ അടിയിൽ നോക്കുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ ഒരു മദ്യക്കുപ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ ഒരു ഡോക്ടർ കള്ളൂടെ നിർത്തിയില്ല എന്നുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഈ ഒരു ലിത്തയോ ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് എന്ത് ചെയ്ത് കിട്ടില്ല, ആർക്കും ഇവളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മായപ്പൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ടാകും, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയാണ്, ആ ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, എന്തായാലും സുൻവോ ഇത്ര പെട്ടെന്ന് ഒഴിയുമെന്ന് ഞാൻ ഓർത്തില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനിക്കാണെങ്കിൽ സുൻവോനെ പറ്റി വല്ലാത്തൊരു ടെൻഷനായിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്താ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഏറിമോ വന്നിട്ട് ചോദിക്കും, എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയും, സുൻവോ വീട്ടിലില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്ക് അവൾ ഉപദ്രവിച്ചത് പോരെ, യങ്ജുനെ നിങ്ങൾ അവളിൽ നിന്ന് മാറ്റിയെടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂട്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് അവളെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഇവനിക്കും ആണെങ്കിലും വല്ലാത്തൊരു കുറ്റബോധമായിരിക്കും. അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ആ ഒരു ദാക്യോങ് പറയുന്നതൊന്നും ഇവൻ കേൾക്കില്ല കേട്ടോ. നമ്മുടെ സുൻവോനെ പറ്റി ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ദാക്യോങ് പറയും, നീ പോയി കുളിക്കാൻ പറയുമ്പോൾ ഇവൻ കുളിക്കാൻ കയറുന്നുണ്ടെങ്കിലും കുളിക്കില്ല കേട്ടോ. ഷവർ ഓണാക്കിയിട്ട് അവനാണെങ്കിൽ സുൻവോനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ അവളുടെ ഫോൺ ഓണാക്കി നോക്കുമ്പോൾ എന്താ ഈ ലിത്തയുടെ മിസ് കോളൊക്കെ കണ്ടിട്ട് അവൾ വീണ്ടും ഓഫാക്കി വെക്കും. എന്നിട്ട് ആ ഒരു ഡോക്ടർ ചാടത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും, എൻ്റെ മോനിക്ക് ഇപ്പം എന്നെ വേണ്ട, അവനിക്ക് അവൻ്റെ അച്ഛനെ മതി, എനിക്കതൊക്കെ ഓർത്താകെ സങ്കടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗോസാൻ വിട്ട് വന്നേന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തായാലും നിൻ്റെ മകൻ്റെ തീരുമാനത്തിനെ റെസ്പെക്ട് ചെയ്യണം, എന്തായാലും സമയം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അങ്ങനെ ലിത്തയോ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡൊണേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ എന്നാൽ പോവാണ്, എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത രീതിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു സുൻവോയുടെ ആ ഒരു ക്യാബിൻ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവളുടെ കൂട്ടുകാരി അത് കാണുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ
അയാളിങ്ങനെ പറയുന്നുണ്ടാകും ഇവിടുത്തെ ആ ഒരു പുള്ളിക്കാരത്തി 6 മണിക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി എന്ന് പറയും കേട്ടോ. അപ്പം തന്നെ ചായ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവള് കിട്ടില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ അന്വേഷിക്കണായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഡോക്ടർ കിമ്മിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഡോക്ടർ സുൻമോനെ എന്നെ കാണുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ റിസപ്ഷനിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ പേഷ്യൻസിൻ്റെ എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്, എന്തായാലും വിളിച്ച് പറഞ്ഞേക്കെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ ചോദിക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും ഡോക്ടർമാർ എന്നെ വിളിച്ചിരുന്നു, ഡോക്ടർ സുൻവോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ലിത്തേനെ കാണുമല്ലോ. അപ്പോൾ ലിത്തേനെ കണ്ടിട്ട് ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കും സുൻവോ എവിടെയുള്ളത്, സുൻവോ എവിടെയുള്ളതെന്ന് വെച്ചാൽ പറയാന്നിങ്ങനെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും സുൻവോ എവിടെയുള്ളതെന്നുള്ള കാര്യം. അങ്ങനെ ഇവനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ടാവട്ടെ നമ്മുടെ സുൻവോനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ സുൻവോക്ക് അപകടം പറ്റിയെന്നുള്ള കാര്യം അവനിക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ സുൻവോ ആണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ട് ആ ഒരു കടലിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടാകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഡോക്ടർ കിം ആണെങ്കിൽ ഇവളുടെ വണ്ടി കണ്ടിട്ട് സൈഡാക്കിയിട്ട് സാധനങ്ങൾ നോക്കുമ്പോൾ എന്താ അവിടെ ഒന്നും അവൾ ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവൻ പോകുന്നതിൻ്റെ പുറകെ തന്നെ ആ ഒരു ലിത്തയോയും വരുന്നുണ്ടാകും. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ എന്താ ഇവളൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കും. ഇവളിങ്ങനെ ചെറുപ്പത്തിൽ അവളുടെ അമ്മയും അച്ഛനും മരിച്ചപ്പോൾ നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ആ ഒരു ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്നാലും പാവം കൊച്ചല്ലേ, ആ കൊച്ചിൻ്റെ അമ്മ എന്തോ അച്ഛനിങ്ങനെ അവഹിതം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ സ്വന്തം സൂയിസൈഡ് ചെയ്താണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പാവം കൊച്ച്, ആ കൊച്ചിനെ ഇപ്പോൾ ആരുമില്ല എന്നൊക്കെ പറഞ്ഞത് അവളിങ്ങനെ ആലോചിക്കും. അത് യങ്ജുനായിട്ടും അവളിങ്ങനെ ആലോചിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു ഡോക്ടർ കിം ആണെങ്കിൽ നമ്മുടെ സുൻമോനെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവൾക്ക് ശ്വാസം കിട്ടും. അങ്ങനെ അവളിങ്ങനെ സമാധാനിപ്പിക്കും, നീ കരഞ്ഞോ, നിനക്ക് എത്ര കരണമെന്ന് വെച്ചാൽ കരഞ്ഞോളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ആ ഒരു സമയത്ത് നമ്മുടെ ലിത്തയോ വന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ദാക്യോങ്ങിൻ്റെ വീട്ടിലാണെങ്കിൽ ആ ഒരു യങ്ജുൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് സൽക്കാരത്തിന് എന്തോ വിളിച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് അവൻ വരും. അപ്പോൾ അവൾ പറയും നീ പോയി റെഡി ആവാനൊക്കെ പറയുമ്പോൾ അവന് റെഡി ആവാൻ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സുൻമോനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് ഇവനാണെങ്കിൽ വല്ലാത്തൊരു കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരെങ്ങനെ ഡിന്നറൊക്കെ കഴിക്കും. ഡിന്നറൊക്കെ കഴിച്ച് ഓരോന്നും സംസാരിച്ചൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ദാക്യോങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ പറയും, സ്പോൺസർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ മറ്റേ പുള്ളിക്കാരനും ഒരുപാട് സന്തോഷമൊക്കെ ആകും. അപ്പോഴേക്കും ജെന്നിയുടെ കരച്ചിൽ കേട്ടിട്ട് ഇവളാണെങ്കിൽ മേളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ ഈ ജെനി ആണെങ്കിൽ ജെനിയുടെ റൂമിലല്ലായിരിക്കും, ആ ഒരു യങ്ജുൻ്റെ റൂമിലായിരിക്കും കേട്ടോ. അപ്പം തന്നെ ഇവളാണെങ്കിൽ അല്ലേക്ക് ഷൗട്ട് ചെയ്യും നീ എന്താ ജെനിനെ ചെയ്തെന്ന് നോക്കിട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും ഞാനൊന്നും ചെയ്തില്ല, ജെനി ഇവിടെ ആയിരുന്നു, ഇവിടെ ഒറ്റക്കായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അപ്പം തന്നെ ആ ഒരു വേലക്കാരി വന്നിട്ട് ആ ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും നീ എന്താ എൻ്റെ കൊച്ചിനെ ചെയ്തത്, നീ എൻ്റെ കൊച്ചിനെ തല്ലിയോ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ലിത്തിയോ ആണെങ്കിൽ അങ്ങടേക്ക് വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ലിത്തിയ പറയും മേഡം മിണ്ടാതിരിക്കും താഴെ ഗസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവനും ചൂടാകുന്നുണ്ടാവട്ടെ, ഇവളിങ്ങനെ ചൂടാവണനുസരിച്ച്. അപ്പോൾ ഇവളിങ്ങനെ പറയും ഞാൻ എന്തോരം സഹി കേട്ടിട്ടാണ് ഇവിടെ നിൽക്കണേന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും നിങ്ങളോട് ആരെത്ര സഹി കേടാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലിത്തിയോ ആണെങ്കിൽ ഇവന് ഒറ്റ അടി അങ്ങ് കൊടുക്കും കേട്ടോ. ആ ഒരു അടി കൊടുക്കുമ്പോഴാണ് ഈ ഒരു കൊച്ചിന് വല്ലാത്തൊരു ഷോക്കായി പോകുന്നത്. അപ്പോൾ ഈ ഒരു സുൻവോ പറഞ്ഞ കാര്യമില്ലേ അവനെങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കുക, അവനൊരിക്കലും നോവിപ്പിക്കരുതെന്നുള്ള കാര്യം അവൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ ഒറ്റൊരുത്തൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ചൂടായിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു യങ്ജനും വല്ലാത്തൊരു സങ്കടമാകുന്നുണ്ടാകും. അങ്ങനെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ സമാധാനിപ്പിക്കും നീ എന്തിനാ ചൂടാവാൻ പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ സുൻവോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഓൺ ആക്കാൻ നോക്കുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. അവളങ്ങനെ കുത്തിയിട്ടിട്ട് നമ്മുടെ യങ്ജുനെ വിളിക്കും കേട്ടോ. യങ്ജുനെ വിളിക്കുമ്പോൾ യങ്ജുൻ ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടമായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം, അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയും ആ മോനെ ഞാൻ വരാം, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ യങ്ജുൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്കാണെങ്കിൽ സുൻവോ വരും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും ഇവളെന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ യങ്ജുനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും പക്ഷേ ലിത്തേനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവളാണെങ്കിൽ നേരെ യങ്ജുനെ വിളിച്ചിട്ട് പറയും യങ്ജുനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ തന്നെ യങ്ജുനെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവളിങ്ങനെ തടയും, യങ്ജുനെ നീ പോയി റൂമിൽ കയറി ഇരിക്കാൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ റൂമിലിരിക്കാതെ നേരെ പുറത്തോട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ അവളുടെ പുറകെ ഇങ്ങനെ പോകുമ്പോൾ അച്ഛനെ ഇവളെ തടയും, നീ എന്തിനാ അങ്ങോട്ട് പോണത്, അവൻ
അവൻ പോണെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്, അച്ഛൻ എന്നെ തടയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവർ ഇറങ്ങി കഴിയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും സോറി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അമ്മേനെ കെട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം അമ്മ പറയുമ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ എന്താ അവളാണെങ്കിൽ അങ്ങടേക്ക് വരും. അപ്പം അവൾ പറയും നീ എന്നെ കാറി കയറിയിരുന്നു, അമ്മ വരാമെന്നിങ്ങനെ പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ടാകും നീ എന്തിനാ യങ്ജിനെ കൊണ്ടുപോകണത്, യങ്ജിനെ ഇവിടെ നിൽക്കട്ടെ, നിന്റെ കൂടെ നിന്നാൽ യങ്ജിൻ നശിച്ചു പോവേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, നിന്റെ സ്വഭാവം കൊള്ളൂല എന്നൊക്കെ ആ ഒരു സുനുവിനോട് പറയുമ്പോൾ സുനുവ് അങ്ങനെ ചോദിക്കുന്നുണ്ടാകും നിനക്ക് എന്താ യങ്ജിനോട് ഇത്ര കാര്യം, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ യങ്ജിനോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും വേറൊന്നും കൊണ്ടല്ല അവനിങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് ഓർത്താണ്, ഞങ്ങളുടെ ഒരു ഫാമിലി അല്ലേ, അവൻ അവിടെ നിന്ന് നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും എനിക്കറിയാം അതുകൊണ്ടൊന്നും അല്ലാന്ന്, നിനക്ക് നിന്റെ കല്യാണത്തിനെയും നിന്റെ ഹസ്ബൻഡിനെയും സംരക്ഷിക്കണം, നിനക്ക് ഒരു ഇതുണ്ട്, നിന്റെ ആ ഒരു ഹസ്ബൻഡിനെ നിനക്ക് വിശ്വാസമില്ല അതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ എന്തോ ഒരു ഇതുപോലെ ആയി പോകും. ശരിക്കും പറഞ്ഞാൽ ഉള്ളതാണ്, ലിത്തയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഏഞ്ചലിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും ലിത്തയും ഒരുമിച്ച് കിടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് പോകും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 14 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.